കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഫോൺ നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഗൈഡ് ലൈൻസിലെ രണ്ടാമത്തെ പാർട്ടാണ്. അതായത് ഈ പാർട്ടിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ചത് 0 ഡേയ്സ് മുതൽ 36 മാസം വരെയുള്ള കുട്ടികളുടെ ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് ഈ ഒരു പാർട്ടിൽ കോടതി വിശദീകരിച്ചിട്ടുള്ളത്. അതായത് സാധാരണഗതിയിൽ നമ്മൾ പറയും എന്താണ്, കുട്ടികൾ അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമുണ്ട് എന്നുള്ളൊരു പോയിന്റിൽ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടർക്കും ഒരുപോലെ കുട്ടികളുടെ കസ്റ്റഡിക്ക് എന്തുണ്ട്, അർഹതയുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 മുതൽ 36 മാസം പ്രായം വരെയുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിൽ വേണമെങ്കിൽ 3 മണിക്കൂർ വെച്ചിട്ട് കുട്ടികളെ കാണാം, ട്രാവലിംഗ് സമയം ഒഴിവാക്കിക്കൊണ്ട്. അതായത് കോടതിയിൽ നിന്നും അച്ഛൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ 2 മണിക്കൂറുണ്ട്, അതുപോലെ തന്നെ തിരിച്ച് അച്ഛൻ്റെ വീട്ടിൽ നിന്നും കോടതിയിലേക്ക് 2 മണിക്കൂർ കൊണ്ട് നേരം, മൊത്തത്തിൽ 4 മണിക്കൂർ. അപ്പോൾ കസ്റ്റഡി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ പ്ലസ് എന്താണ് നമ്മുടെ ട്രാവലിംഗ് ടൈം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടീനെ നമുക്ക് വീട്ടിലേക്ക്, കുട്ടി ആരോഗ്യമുള്ള ഒരു കുട്ടിയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനോട് യാതൊരു വിധത്തിലുള്ള വിരോധമില്ല. ഇനി അത് മാത്രമല്ല, ശനി ഞായർ നമുക്ക് ഒഴിവില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് എന്നുണ്ടെങ്കിലും കുട്ടികളുടെ കസ്റ്റഡി ഈ പറയുന്ന നോൺ കസ്റ്റോഡിയൽ പാരൻസിന് കൊടുക്കണം എന്ന് തന്നെയാണ് കോടതി കൃത്യമായി പറയുന്നുണ്ട്. കൂടാതെ പബ്ലിക് ഹോളിഡേയ്സുകൾ വരും. അതായത് ഇപ്പോൾ മെയ് 1-ാമത്തെ ദിവസം, ഓഗസ്റ്റ് 15, ജനുവരി 26, പിന്നെ അങ്ങനെയുള്ള ദിവസങ്ങൾ, അതായത് മതപരമായിട്ടുള്ള മുടക്കുകളല്ലാതെ ഇതുപോലെയുള്ള ഗവൺമെൻറ് ബേസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ആ സർക്കാർ കലണ്ടറിലുള്ള റെഡ് കളറിൽ കാണുന്ന മുടക്കുകളുണ്ടല്ലോ, ആ ദിവസങ്ങളിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. ഈ രണ്ട് കൂട്ടർക്കും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, സമയവും കാര്യങ്ങളും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കൊണ്ടുവരുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ല എന്ന് കോടതി കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ കോടതിയിൽ നമുക്കൊരു ഉത്തരവ് കിട്ടി, ഇപ്പോൾ ഏതെങ്കിലും ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച നമുക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിരോധമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റാളെ വിളിച്ച് പറയാൻ എന്ന് കൊണ്ടുവരാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. റീസണബിൾ ആയിട്ടുള്ള വ്യക്തമായൊരു കാരണം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് അങ്ങനെ ചെയ്യുവാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത്. അതായത് വെറുതെ മാവൻ്റെ കല്യാണം ഉണ്ട്, മറ്റവൻ്റെ കല്യാണം ഉണ്ട്, അങ്ങനെ പറഞ്ഞൊന്നും കാര്യമില്ല. കൃത്യമായ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ നമ്മൾ മെമ്മോ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട്, കല്യാണ പരിപാടി ഇല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. പിന്നെ ഇത് മാത്രമല്ല, ഈ 36 മാസം വരെ ഇതിനുള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ കസ്റ്റോഡിയൻ്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും. അതായത് വീക്കെൻഡ് ഡേയ്സിൽ കിട്ടിയ ആൾക്കാർക്ക് വേണമെങ്കിൽ വീക്ക് ഡേയ്സിലേക്ക് മാറാം, വീക്ക് ഡേയ്സിൽ കിട്ടിയ ആൾക്കാർക്ക് വേണമെങ്കിൽ വീക്കെൻഡ് ഡേയ്സിലേക്ക് മാറുവാനും ഒക്കെ ഇൻ്റർചേഞ്ച് ചെയ്യുവാനായിട്ട് പറ്റും. പിന്നെ ഏതെങ്കിലും ഒരു ശനിയാഴ്ച നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വേറെ ഏതെങ്കിലും ഒരു ദിവസത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ചെയ്യിപ്പിക്കുവാനോ അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്ത് കിട്ടുവാനോ സൗകര്യങ്ങളുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുട്ടീനെ നമുക്ക് കാണാതിരിക്കുന്ന ഒരു പ്രശ്നം ഇനിയോട് ഉദിക്കുന്നില്ല. എല്ലാ നോൺ കസ്റ്റോഡിയൽ പാരൻസിനും കുട്ടികളുടെ കസ്റ്റഡി കിട്ടും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഒരു സംശയമില്ല. തങ്ങൾ കൃത്യമായി കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അതിൻ്റേതായ രീതിയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 36 മാസം പ്രായം വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഒരു പോയിന്റ്, ഈ നൈറ്റ് കസ്റ്റഡി എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി കൃത്യമായൊരു മെൻഷൻ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലി ഒരു പക്ഷേ അത് ബുദ്ധിമുട്ടായിരിക്കാം. കാരണം ഫീഡിങ് പീരീഡുള്ള ടൈമാണ്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അച്ഛന് പാല് മീൻസ് നാച്ചുറൽ മിൽക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും, മനസ്സിലായി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നൈറ്റ് കസ്റ്റഡീനെ പറ്റിയിട്ട് സംസാരിക്കാതെ വന്നിട്ടുള്ളത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും എന്തായാലും കസ്റ്റഡി നമുക്ക് കിട്ടും. അപ്പോൾ ഈ കസ്റ്റഡിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇനി ആരും എന്ത് ചെയ്യാൻ പാടില്ല, ഭർത്താക്കന്മാരെ പേടിപ്പിക്കാനായിട്ട് ഇനി ശ്രമിക്കണ്ട, മനസ്സിലായി. പണ്ട് നമ്മൾ 5 വയസ്സ് എന്നുള്ളൊരു മിത്തൊക്കെ ഉണ്ടായിരുന്നു. 18 വയസ്സ് കഴിയുകൊണ്ട് അച്ഛന്മാരെ വീട്ടിൽ അതിലൊന്നും ഇപ്പോൾ വലിയ പ്രസക്തി ഇല്ല. നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് 0 മുതൽ 36 മാസം പ്രായം വരെയുള്ള കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ബാക്കി ആൾക്കാരുടെ കാര്യം എങ്ങനെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.